അപ്പോഴേ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരു സെൽഫി എടുത്താലോ? എന്തിനാ? അതെ, മോൻ ഭാവിയിൽ വലിയ സച്ചിൻ ടെണ്ടുൽക്കർ ആവുമ്പോ മോനെ അങ്കിളിനെ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ അറിയാന്ന് എല്ലാവരുടെ പറയാലോ. ആ, എടുത്തു എടുത്തു എടുത്തു. മോനൊന്ന് ചിരിച്ചേ. ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ടല്ലോ. ആ ഓക്കെ, എന്നാ മോൻ ഇവിടെ നിന്ന് കളിയുണ്ടോ? ഓക്കെ. ശ്രുതി, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? എന്താ? ഇത് നോക്കിയേ, ഇനി വന്നേ. ഇത് എന്തൊരു കഴിപ്പായത്. അയ്യോ, 20 മുട്ടയും പാലും ഒക്കെ മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി ഇതിന് പുറമെ ചോറും ചിക്കനും ഐക്കൂറയൊക്കെ വരാൻ കിടക്കുന്നതേ ഉള്ളൂ. എല്ലാം ഓർഡർ ചെയ്തേക്കുവാ. ശ്രുതി, അവൻ കഴിക്കുന്നത് കണ്ടില്ലേ? മുട്ട മുഴുവൻ അവിടെ എടുത്തങ്ങ് വിഴുങ്ങുക. എന്റെ കാശുകൊണ്ട് ഇതിന്റെ 1/4 ഭക്ഷണം പോലും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അറിയോ, ഇങ്ങനെ പോയാ മാസം ഒരു 500 മുട്ടയെങ്കിലും ഇവൻ കഴിക്കും. ശ്രുതി, നീ ഒന്ന് ആലോചിച്ച് നോക്കി, മുട്ടയ്ക്ക് മാത്രം മാസം എത്രയാവുന്നു? അവന്റെ ലിസ്റ്റിലുള്ളതെല്ലാം വാങ്ങിക്കൊടുത്താലേ നമ്മൾ മുടിയും. നമ്മൾ ഈ ഷോറൂം നടത്തി കിട്ടുന്ന ലാഭം മുഴുവൻ ഇവനെ തീറ്റിക്കൊറ്റി നടത്താൻ വേണ്ടി ചെലവാക്കേണ്ടി വരും. അല്ല, അവൻ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഓക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ അവനെ ജോലിക്കെടുത്തേ? അത് എനിക്കൊരു പ്രശ്നം വരാതിരിക്കാനല്ലേ അവനെ ജോലിക്ക് വെച്ചത്. ഇതിപ്പോ അവൻ എനിക്കൊരു പ്രശ്നമായി. അല്ല, ഇവൻ കഴിക്കുന്ന അത്രയും ഭക്ഷണം ഞാൻ കഴിച്ചാലേ ഞാൻ ഇവനെ പോലെ ആവോ? അപ്പൊ പിന്നെ എനിക്ക് ഇവനെ പോലെ ഒരു ബോഡി ഗാർഡിന്റെ ആവശ്യമില്ലല്ലോ. മണ്ടത്തിന് പറയാതെ സുധി. എന്തോന്നു നവീൻ ദാസിന്റെ മെസ്സേജ് ആണല്ലോ. സുധി, ആ മുട്ട വിഴുങ്ങുന്നത് നോക്കി നിൽക്കാതെ പോയി കൗണ്ടറിൽ പോയി ജോലി ചെയ്യ. 3 ഒരുമിച്ച് വിഴുങ്ങുക. സുധി, അവൻ എങ്ങനെയെങ്കിലും വിഴുങ്ങട്ടെ. സുധി ചെന്നേ പോയി ജോലി നീ ഇപ്പൊ എവിടെയുള്ളത്? എന്റെ മോന്റെ അടുത്താണുള്ളത്. അതെ, നിന്റെ നാട്ടില് നിന്റെ മോൻ ക്രിക്കറ്റ് കളിക്കുന്നത് നോക്കിയിരിക്കുകയാണ് ഞാൻ. അവനെ ഭയങ്കരമായിട്ട് കളിക്കുന്നുണ്ട്. ദേ, അവൻ സെഞ്ചുറി അടിച്ചെന്നാ പറഞ്ഞേ. ദേ, എന്റെ മോനെ ഒന്നും ചെയ്തേക്കരുത്. ഇല്ല, അവനെ ഞാൻ എന്ത് ചെയ്യാനാ? അവൻ ചെറിയ പയ്യനല്ലേ കല്യാണി. നീ ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഞാൻ അവനെയും കൂട്ടിയിട്ട് അങ്ങ് പോവും. അത്രേ ഉള്ളൂ. നീ വെറുതെ കളിക്കരുത്. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഇപ്പോഴാണ് നീ ശരിയായ ചോദ്യം ചോദിച്ചത്. ഞാനേ നിനക്കൊരു ലൊക്കേഷനും ടൈം അയക്കാം. നീ ആ ലൊക്കേഷനിലേക്ക് വാ. എനിക്ക് എന്താണ് വേണ്ടതെന്ന് ഞാൻ അവിടെ വെച്ച് പറയാം. ഓക്കെ? ഹലോ ഹലോ കല്യാണി, നിനക്ക് തനിയെ വന്നാ പോരെ? എന്തിനാ ഇവളെ കൂടെ കൂട്ടിയത്? എന്താ നിന്റെ വിചാരം? നീ എന്തിനാണ് എന്റെ മോന്റെ അടുത്ത് പോയത്? അവൻ എന്തെങ്കിലും ചെയ്താ നിന്നെ ഞാൻ... എനിക്ക് മോനും ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു. നീ കാരണമാ അവരെന്നെ വിട്ടിട്ട് പോയത്. എടാ ചട്ടിത്തലയാ, തന്റെ കൂടെ ഏത് പെണ്ണ് നിൽക്കാനാ? ഇപ്പൊ വീണ്ടും അങ്ങനെ കെട്ടിയിട്ടുണ്ടല്ലോ. അവളും ഉടനെ പൊക്കോളും. നീ എന്നെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സഹിച്ചു നിൽക്കാ ഞാൻ. ഇപ്പൊ നിന്റെ മോന്റെ അടുത്തെത്തി. ഇനി അവന്റെ അടുത്ത് പോയാ വേറെ ഒന്നും ആലോചിക്കില്ല. കൊല്ലും നിന്നെ ഞാൻ. ദേഷ്യപ്പെടാതെ കല്യാണി, ഞാൻ നിന്റെ മോനെ എന്ത് ചെയ്യാനാ? എനിക്ക് തരേണ്ടത് തന്നാ ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല. നിനക്ക് നല്ല അടിയാ തരേണ്ടേ. മാസം മാസം പിച്ചെടുത്തിട്ട് പോകുന്നുണ്ടല്ലോ. നാളുണ്ടോടാ നിനക്ക്? ഇല്ല. കല്യാണി, കുറേയായി നീ എനിക്ക് കാശ് തന്നിട്ട്. ഒരുത്തർ എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. അതെ, ജയിലായതുകൊണ്ട് ചോദിക്കാൻ പറ്റില്ല. ഞാൻ ഈ അടുത്ത് ഇറങ്ങിയത്. ഇപ്പൊ എന്തിനാ എന്റെ മോനെ വെച്ച് വരട്ടി ഇപ്പൊ എന്നോട് വരാൻ പറഞ്ഞത്? പിച്ചെടുക്കാൻ. അല്ലാതെ എന്തിനാ നിന്നോട് വരാൻ പറയുന്നത്? കല്യാണി, ഞാൻ ജയിലിൽ പോയ കാര്യം എന്റെ ഭാര്യയ്ക്ക് അറിയില്ല. ഞാൻ സിംഗപ്പൂരിൽ പോയിരിക്കുന്നെന്നാ അവളോട് പറഞ്ഞത്. നീ മലേഷ്യയിൽ നിന്ന് വന്നെന്ന് എല്ലാവരോടും കള്ളം പറഞ്ഞിരുന്നില്ലേ? അതുപോലെ ഞാനും പറഞ്ഞു. ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഞാൻ ഇതുവരെ വീട്ടിൽ പോയിട്ടില്ല. ഞാൻ എപ്പോഴും സിംഗപ്പൂരിൽ തന്നെയാണെന്നാ അവളുടെ വിചാരം. എനിക്ക് വീട്ടിൽ പോകണം. അതിപ്പോ വേറെ ഇവിടെ വീട്ടിൽ പോകാൻ പറ്റും? സിംഗപ്പൂരിൽ നിന്ന് വരികയല്ലേ. ഭാര്യയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം. ഗിഫ്റ്റ് വാങ്ങിക്കാൻ കാശ് വേണം. അതുകൊണ്ടാ എന്റെ ബാങ്കിനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ. ശ്രുതി, 1000 രൂപ എടുത്തു കൊടുക്ക്. എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് ഭാര്യയ്ക്ക് കൊടുക്കട്ടെ. 1000 രൂപ പോലും കയ്യിലില്ലാത്ത നീ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? 1000 രൂപയോ? 5 ലക്ഷം രൂപ വേണം എനിക്ക്. 5 ഒരു ഡയമണ്ട് നെക്ലസാ എന്റെ ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. 5 ലക്ഷം രൂപയോ? പണം കഴിക്കുന്ന മരം വല്ലതും വളർത്തുന്നുണ്ടോ? 5 ലക്ഷം രൂപയ്ക്ക് ഞാൻ എവിടെ പോവാനാ? നിന്റെ ഭർത്താവ് വലിയ ബിസിനസ്സുകാരനല്ലേ? കാശ് അവന്റെ വാങ്ങിക്കല്ലേടി. അദ്ദേഹത്തിന്റെ കാശൊന്നും ഇല്ല. ഭാര്യയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പിച്ചെടുക്കുന്നു. നാളെ കിട്ടവൻ. നിനക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചൂടെ? എന്റെ മീരെ, എനിക്ക് ജോലി ചെയ്യുന്നത് അലർജിയാ. കാശിന് ആവശ്യമുള്ളപ്പോഴൊക്കെ കാശ് തരുന്ന ഒരു ATM മെഷീൻ സ്വന്തമായിട്ടുള്ളപ്പോ ഞാനെന്തിനും ജോലിക്ക് പോകണം? നിന്നെ കൊല്ലാനാ തോന്നുന്ന. കൊന്നോ? എന്റെ കയ്യിൽ കാശൊന്നും ഇല്ല. ഇത്രയും കാശൊന്നും എനിക്ക് തരാൻ പറ്റില്ല. അതെ കല്യാണി, നിന്റെ ജാതകം എഴുതിയത് ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നിന്റെ വർത്തമാനവും ഭാവിയൊക്കെ തിരുത്തി എഴുതാൻ എനിക്ക് കഴിയും. കാശ് തന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുമെന്ന് നിനക്ക് ഊഹിക്കാലോ. ശ്രുതി, ഇവനെതിരെ പോലീസിലോട്ട് കംപ്ലൈന്റ് കൊടുത്താലോ? എന്ത് കംപ്ലൈന്റാ കൊടുക്കാൻ പോകുന്നേ? വിവാഹം കഴിച്ചതും ഒരു കുട്ടിയുള്ളത് മറച്ചു വെച്ചതും ഞാനൊരു കുടുംബത്തെ മൊത്തം വഞ്ചിച്ച് കല്യാണം കഴിച്ചു എന്നുള്ളതോ? സത്യം ഭർത്താവിനോടും വീട്ടുകാരോടും പറയുമെന്ന് പറഞ്ഞ് ഇവൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്നാണോ പറയാൻ പോകുന്നേ? നോക്ക് കല്യാണി, കാശ് തന്നാ നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാം. അല്ലെങ്കിലേ നേരെ നിന്റെ വീട്ടിൽ വന്നിരിക്കും ഞാൻ. എല്ലാ കഥയും പറയുക. എടോ, എന്റെ കയ്യിൽ കാശില്ല. നീ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യരുത്. കാശില്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒപ്പിക്ക്. നീ വലിയ ബുദ്ധിശാലിയല്ലേ? 1 വർഷമായി ഒരു കുടുംബത്തെ കബളിപ്പിച്ച് ജീവിക്കുന്നവളല്ലേ? നീ വിചാരിച്ച കാശ് സംഘടിപ്പിക്കാനൊക്കെ പറ്റും. 2 ദിവസം നിനക്ക് ഞാൻ സമയം തരാം. അതിനിടയില് എനിക്ക് കാശ് തന്നിരിക്കണം. ഞാൻ പറയുന്നൊന്ന് കേക്ക്. തൽക്കാലം ഞാൻ പറയുന്നത് നീ കേട്ടാ മതി. ഒന്നീ വന്നേ, ഒരു കാര്യം ചോദിക്കാൻ പറ്റുമോ? നിന്റെ ഹസ്ബൻഡ് ഇപ്പൊ നേരാവണ്ണം ഉറങ്ങാറൊക്കെ ഉണ്ടോ? അവന് കിട്ടുന്ന ലെറ്റർ വായിച്ച എങ്ങനെ ഉറങ്ങാൻ പറ്റുമല്ലേ? സത്യം പറയടാ. ഓ, അത് വിട്. അപ്പോഴേ കാശിന്റെ കാര്യം മറക്കണ്ട.
2 ദിവസം, 2 ദിവസം. അതിനോടകം കാശ് കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ എടി സുധിക്ക് കത്ത് കൊടുത്ത് വിടുന്നത് ഇവൻ തന്നെയാ. അവന്റെ ആ ചിരി കണ്ടില്ലേ? ഇവന്റെ ശല്യം കൂടി കൂടി വരികയാണല്ലോ. എന്താ ഇപ്പൊ ചെയ്യാ? ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. ഇവൻ എങ്ങനെ വിട്ടാ ശരിയാവില്ല. ചെന്ന് ആന്റണി ഒന്ന് കാണും. ഇവന്റെ കാര്യം അവൻ നോക്കിക്കോളും. ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. എന്താ മോളിത്? തലയില് ബാൻഡേജ് ഒക്കെ ആയിട്ട് ടെൻഷൻ ആവാതച്ചാ ഒന്നുമില്ല. ഒന്നുമില്ലാതെ വെറുതെ ബാൻഡേജ് ഇട്ടു തലയില്. അയ്യോ മോളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? ആരെന്ത് ചെയ്യാനാ? ആരും ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താ പറ്റിയെന്ന് പറ മോള്. അത് പറ മോളെ. അത് അച്ഛാ, അതെന്തല്ലോ അച്ഛാ, മതി, ഞാൻ പറയാം. ഇവിടെ ആന്റപ്പ ചേട്ടൻ ബിൽഡിങ്ങിലുള്ള ആ സുധാകരൻ ചേട്ടന്റെ കടയിൽ പൂ കൊടുത്തിട്ട് പോവായിരുന്നു. ഒരു വളവിലെത്തിയപ്പോ ഒരു ബൈക്കുകാരൻ മുന്നിൽ വന്നു. പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോ വണ്ടിക്കൊപ്പം ഇവിടെ താഴെ വീണു. തലയിടിച്ച വീണ തലയുടെ പുറയിലെ മുറിവ്. മോളെ നല്ല മുറിവുണ്ടോ? ഇല്ലച്ചാ, ചെറിയ മുറിവുള്ളൂ. അയ്യോ, സ്കൂട്ടർ ഓടിക്കുമ്പോ മോള് ഹെൽമെറ്റ് ഇല്ലേ? ഹെൽമെറ്റ് ഇട്ടിരുന്നു, വീഴുമ്പോ അത് ഊരിപ്പോയതാ. ഹെൽമെറ്റ് വെറുതെ അങ്ങനെ വെച്ചാൽ മതിയോ? നേരെ വേണം അത് ക്ലിപ്പ് ചെയ്യണ്ടേ മോളെ? റോഡിലാണെങ്കിൽ എന്തോരം തിരക്കുള്ളതാ. വണ്ടി ഓടിക്കുമ്പോ ശ്രദ്ധിക്കണ്ടേ? പറഞ്ഞ കേൾക്കണ്ട അച്ഛാ, എല്ലാത്തിനും ആവശ്യമല്ലേ. വരും വരെ അയാളെ കുറിച്ച് ചിന്തിക്കാതെ എടുത്തിയാടി ഇങ്ങനെയൊക്കെ ഇരിക്കും. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒന്നുമില്ല അച്ഛാ, ഇവളുടെ പോക്കെങ്ങാണെന്ന് പറഞ്ഞതാ. എന്താടി? എന്താ പറ്റിയ? തലയിൽ ബാൻഡേജ് ഒക്കെ ആയിട്ട് ഞാൻ സ്കൂട്ടറിൽ നിന്ന് വീണത്. ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണ്ടേ? നിന്റെ കണ്ണ് എവിടെയായിരുന്നു? മുഖത്തുണ്ട് 2 കണ്ടില്ലേ? അപ്പൊ നേരെ നോക്കി ഓടിക്കണം. ശ്രദ്ധ റോഡിലായിരിക്കണം. എപ്പോ നോക്കിയാലും കാശ് സമ്പാദിക്കണം എന്ന് ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ. വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്ന ഇങ്ങനെ വല്ലതും പറ്റുമോ? ഒന്ന് വായടയ്ക്കോ? ശ്രദ്ധിച്ചു പോയി ഇങ്ങനെയൊന്നും പറ്റില്ല. അതാ പറഞ്ഞ തലയ്ക്ക് നല്ല പരിക്കുണ്ടോ? വേറൊന്നും പറ്റില്ലല്ലോ. ഇല്ലമ്മേ, ചെറിയ മുറിവേ ഉള്ളൂ. 2 ദിവസം കഴിഞ്ഞ ബാൻഡേജ് അഴിക്കാം. ശരി, അപ്പോ നീ ഇനി അടുക്കളയിലും കയറില്ല, ഭക്ഷണം ഉണ്ടാക്കില്ല. അച്ഛൻ പറഞ്ഞു കേട്ടല്ലോ. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഭക്ഷണം ഒന്നും കഴിക്കണ്ടേ? അതിന് രേവതി അടുക്കള കയറണമെന്നുണ്ടോ? ഇവിടെ വേറെ 2 മരുമക്കളില്ലേ? അവരോട് അടുക്കള കയറാൻ പറ. അല്ലെങ്കിൽ വേണ്ട, നീ പോയി ഉണ്ടാക്ക്. വേണ്ടച്ചാ, ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം വേദനയ്ക്ക് കുറവുണ്ട്. ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കോളാം. വേണ്ട, ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വന്നാലേ ഉള്ളൂ. ചെന്ന് റെസ്റ്റ് എടുക്ക്, ഞാൻ ഉണ്ടാക്കിക്കോളാം. അച്ഛാ, അമ്മ തന്നെയാണ് ഈ പറഞ്ഞിട്ട് പോയി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിപ്പോ അവളെ എപ്പോ എങ്ങനെയൊക്കെയാണെന്ന് ആർക്കാ പറയാൻ പറ്റുക? എന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാ രേവതി മോളെ കുറിച്ചൊരു നല്ല വാക്ക് പറയുന്നത് ഞാൻ കേൾക്കുന്നത്. സന്തോഷമായി. എന്നാലും ഇത് അങ്ങോട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ ശരിയാവും? മോളെ മോളെ ഒന്ന് റെസ്റ്റ് എടുക്കും. സാരമില്ലച്ചാ, ഞാൻ അമ്മയെ സഹായിച്ചോളാം. മോള് സഹായിക്കുന്നു വേണ്ട, അതൊക്കെ അവള് ചെയ്തോളൂ. ചെല എന്നാലും അച്ഛാ, അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ? നീ വന്നേ, വാ. എന്നാലും ഈ ചന്ദ്രക്ക് ഇതെന്താ പറ്റിയേ? എന്തിനിതൊക്കെ? നിനക്ക് കഴിക്കാൻ. അല്ലാതെ എനിക്ക് വിശക്കുന്നില്ല. വിശക്കുന്നില്ലേലും കഴിച്ചേ പറ്റും. ഗുളി കഴിക്കണ്ടല്ലേ? സുഷ്. വേനുണ്ടോ നിനക്ക്? ഇല്ല. എന്തിനാ നീ ആന്റണിയുടെ അടുത്ത് പോയത്? അവന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ? ശരത്ത് മോശശീലം തുടങ്ങിയെന്നറിഞ്ഞപ്പോ എനിക്ക് സങ്കടം ദേഷ്യമൊക്കെ വന്നു. അതുകൊണ്ടാ. ഞാൻ ഇതൊക്കെ നിന്നോട് നേരത്തെ പറഞ്ഞല്ലേ. അപ്പൊ നിങ്ങളൊന്നും ചെവിയിലത് കയറിയില്ലല്ലോ. ഞാൻ പറഞ്ഞത് അവൻ അനുസരിച്ചിരുന്നെങ്കിൽ അവൻ ഇപ്പൊ ഈ നിലയിൽ നിർത്തത്തില്ലായിരുന്നു. എങ്കിലൊന്നും സംഭവിക്കില്ലായിരുന്നു. സച്ചേട്ടാ, അവന്റെ വയസ്സതല്ലേ. ആന്റണി നല്ലവനാണെന്ന് അവൻ കരുതിക്കണം. പിന്നെ എന്ത് വയസ്സ്? മുതിർന്നവർ ഉപദേശിക്കുമ്പോൾ അത് കേൾക്കണം. ചില കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കും. ചിലതൊക്കെ അനുഭവത്തിൽ നിന്ന് പഠിക്കും. ഇപ്പൊ അവൻ പഠിച്ചല്ലോ. ആന്റണി ആരാണെന്ന് അവന് മനസ്സിലായി. ഇനി അവനുമായിട്ട് കൂട്ടുകെട്ടൊന്നും ഉണ്ടാവില്ല. സച്ചേട്ടനോട് ദേഷ്യമുണ്ടോ? മുന്നും പിന്നും ആലോചിക്കാതെ നീ ആന്റണി കാണാൻ പുറപ്പെട്ടപ്പോ എനിക്ക് ദേഷ്യം വന്നു. പക്ഷെ എന്റെ തലയിൽ ചോര കണ്ടപ്പോ ജീവൻ പോണ പോലെ എനിക്ക് തോന്നി. ഇനി ഇങ്ങനൊന്നും കാണിച്ചേക്കരുത്. നമ്മൾ തമ്മിൽ ചിലപ്പോ വഴക്കൊക്കെ ഓടിന്നിരിക്കും. അത് വേറെ. നിനക്ക് എന്തെങ്കിലും പറ്റി അതെനിക്ക് താങ്ങാൻ കഴിയോ? എന്താ രവതി ഇങ്ങനെ? സച്ചേട്ടാ, പഴക്കാളിയെ പോലെ നടക്കുമെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളെക്കാളും കൈവെള്ള വെച്ച് എന്നെ സ്നേഹിക്കുന്നു. അത് കാണുമ്പോ ആ സ്നേഹം തരുമ്പോഴേ അതങ്ങോട്ട് വാങ്ങിച്ചാൽ മതി. ഇതിന്റെ കഴിച്ചു. എനിക്ക് വേണ്ട സച്ചേട്ടാ. കഴിക്ക്. മതി.